ഇതാണ് കുതിര. ഇതെപ്പോഴും മൂവ് ചെയ്യുന്നത് എൽ ഷേപ്പിലാണ്. ഇത് കണ്ടോ, ഇതുപോലെ. മോൾക്ക് മനസ്സിലായോ? മോൾ ഇവിടെ ഇരി. ആരാന്ന് അച്ഛൻ നോക്കിയിട്ട് വരാം. Hello, Mr. ACP sir. How are you? നീയോ? നീ എന്താ ഇവിടെ? ഞങ്ങൾ ഇതിലെ പോയപ്പോ ഒന്ന് കയറിയതാ, സാറിനെ ഒന്ന് കാണാൻ. നിനക്കൊക്കെ എന്തായാലും പറയാണ്ടെങ്കിൽ ഓഫീസിൽ വന്നാൽ മതി. അതെന്താ സാറേ, വീട്ടിൽ വരുന്ന ഗസ്റ്റിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അങ്ങോട്ടൊന്നും സാറേ. അങ്കിള് മോളുടെ അച്ഛൻ്റെ ഫ്രണ്ടാ. മോളുടെ അച്ഛൻ അപ്പുറത്ത് അങ്കിളിന്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. മോള് ചെസ് കളിക്കുമായിരുന്നോ? അല്ല, അച്ഛൻ എന്നെ ചെസ് കളിക്കാൻ പഠിപ്പിക്കുമായിരുന്നു. ആഹാ, എങ്കില് അങ്കിള് പഠിപ്പിക്കട്ടെ. മോളിരിക്കേ. മൊത്തം 64 സ്ക്വയർസ്, അതിൽ 2 രാജ്യം. അവിടെ 2 രാജാക്കന്മാർ. ഒരു വശത്ത് നല്ല രാജാവ്, മറുവശത്ത് വില്ലൻ രാജാവ്. ഇവർ തമ്മിൽ എപ്പോഴും യുദ്ധമാണ്. അങ്ങനെ രാജ്യം ഭരിക്കുന്ന വില്ലൻ രാജാവ് എപ്പോഴും കൂടെ റാണി, ആന, കുതിര, തേര്. ചില കഥയിൽ രാജാവിൻ്റെ കൂടെ റാണിയായിരിക്കും, ചില കഥയിൽ മന്ത്രിയായിരിക്കും. നമ്മുടെ കഥയിൽ റാണിയാണ്. അങ്ങനെ റാണി, ആന, കുതിര, തേര് എന്നിവരെ വെച്ച് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ അതിർത്തിയിലേക്ക് ഒരു കാലാൾ വന്നു. അങ്ങനെ ആ വില്ലൻ രാജാവ് കാലാളിനെ കൂട്ടി രാജ്യം ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞ് വില്ലൻ രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആന, കുതിര, തേര് അങ്ങനെ എല്ലാവരും പുറത്തായി. അങ്ങനെ ഈ വില്ലൻ രാജാവിൻ്റെ ബലം കുറഞ്ഞു. രാജാവിന് ചുറ്റും ഏതൊരു രാജ്യത്തെ ആൾക്കാർ വളഞ്ഞു. അങ്ങനെ ചെക്കായി. ചെക്ക് 1. കാലാൾ ഓടി ഒളിച്ചു. എതിർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് റാണിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വില്ലൻ രാജാവ് റാണിയെ തൻ്റെ കൂടെയുള്ളവരെ ഏൽപ്പിച്ചു. പക്ഷേ അവർ അവരുടെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ റാണിയുടെ കാര്യം മറന്നുപോയി. ചെക്ക് 2. വില്ലൻ രാജാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി റാണി സ്വന്തം ജീവൻ കരുവാക്കി. ഇത് കണ്ട വില്ലൻ രാജാവ് ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു. എന്നാൽ രാജാവ് പരാജയപ്പെട്ടു.
അങ്ങനെ ജയിലിലായി. അങ്ങനെ ആ വില്ലൻ രാജാവ് ഓടിപ്പോയി ആ കാലാളിനെ കണ്ടുപിടിക്കും. വില്ലൻ രാജാവിന് മനസ്സിലാവും ഈ കാലാളിനെ ഈ നല്ല രാജാവ് വിട്ടതാണ്. അങ്ങനെ ഈ വില്ലൻ രാജാവ് ഈ കാലാളിനെ കൊല്ലും. ഇതെല്ലാം കഴിഞ്ഞ് ഈ വില്ലൻ രാജാവ് ഈ നല്ല രാജാവിൻ്റെ അടുത്ത് വരും. എന്നിട്ട് ആ നല്ല രാജാവിനെ അങ്ങ് കൊല്ലും. അച്ഛനെവിടെ? എനിക്ക് ഉറക്കം വരുന്നു. അച്ഛൻ വരാൻ ലേറ്റാവും. മോളെ അങ്കിൾ ഉറക്കാം. വരച്ചു കഴിഞ്ഞോ? പാം സീറ്റ് ബെൽറ്റിലിടാം. ഭയത്തിന് ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല. ഭയപ്പെടുന്നവനെ ലോകമെന്നും ചവിട്ടിത്താഴ്ത്തി തന്നെ വച്ചിരിക്കും. ശക്തിയും യുക്തിയും മാത്രമേ എന്നും ബഹുമാനിക്കപ്പെടുകയുള്ളൂ. സോ ബി ദി ഹീറോ ഓഫ് യുവർ ഓൺ സ്റ്റോറി.